നേരിയ ചാറ്റൽ മഴയിലൂടെ ഓടിക്കയറി വന്ന ഹരിയെ കണ്ടപ്പോൾ മടിയിലുണ്ടായിരുന്ന ലല്ലുമോളെ താഴെയിറക്കി പാർവതി എഴുന്നേറ്റു. നനഞ്ഞോടാ? തിണ്ണയിലുണ്ടായിരുന്ന തോർത്തെടുത്ത് അവന് നേരെ നീട്ടിക്കൊണ്ട് പാർവതി ചോദിച്ചു. ഇച്ചിരി. മഴ പെയ്യുന്നതിന് മുൻപ് വന്നു പോകണമെന്ന് കരുതിയതാ. പക്ഷേ തറവാട്ടിൽ നിന്നും 3-4 വിരുന്നുകാരുണ്ടായിരുന്നു. അവരിറങ്ങാൻ വൈകി. തല തോർത്തുകൊണ്ട് തന്നെ ഹരി പറഞ്ഞു. എന്താ വിശേഷിച്ച്? അവൻ നീട്ടിയ തോർത്ത് വാങ്ങി പാർവതി ചോദിച്ചു. അങ്ങനെ വലുതായി വിശേഷമൊന്നുമില്ല. പതിവ് പോലെയുള്ള കുറേയേറെ പരാതികൾ, അമ്മയുടെ ആവലാതികൾ, അച്ഛൻ്റെ മൗനം, അങ്ങനെ ആകെ കൂടി ക്ലീശേ തന്നെ സംഭവം. തിണ്ണയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഹരി പറഞ്ഞു. ലല്ലുമോളെ കൂടി അവൻ മടിയിലേക്ക് കയറ്റിയിരുത്തി. അവർ പറയുന്നതിലും ഇത്തിരി കാര്യമില്ലേ ഹരി? നീ എന്തിനാ ഇനിയും ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നത്? നിന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അത് നടത്തിക്കൊടുത്തൂടെ നിനക്ക്? പാർവതി അവനെ നോക്കി ചോദിച്ചു. ഹരി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചു. അത് പറയുമ്പോൾ അവനൊരു പൊട്ടന്മാരുടെ ചിരിയുണ്ട്. ഇനി സീത പറയും പോലെ നിനക്ക് ഞങ്ങളറിയാത്ത ചുറ്റിക്കളി വല്ലതുമുണ്ടോ മോനെ? അല്ല, പറയാൻ പറ്റൂല. അങ്ങ് തലസ്ഥാനത്ത് കിടന്ന് നീ കാണിച്ചു കൂട്ടുന്നത് ഇവിടെയിരുന്ന് ഞങ്ങൾക്കറിയാൻ പറ്റില്ലല്ലോ. ഹരിയെ നോക്കി പാർവതി ചോദിച്ചു. അപ്പോഴും അവൻ്റെ ചിരി മാഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പെണ്ണ് കെട്ടുന്നില്ലെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല പാറു. സമയമാവട്ടെ, അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹരി ലല്ലുമോളെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെവിടെ? സീത കിടപ്പാണോ? നീ അവളെ വിളിച്ചേ. ഞാൻ നാളെ കാലത്ത് പോകും. അതിനു മുൻപ് ഇങ്ങോട്ട് വരാനൊക്കില്ലല്ലോ എന്നോർത്താണ് ഈ മഴ പൊഴിയുന്നത് കണ്ടിട്ടും ഞാൻ തന്നെ വന്നത്. ഹരി പാർവതിയെ നോക്കി പറഞ്ഞു. അതിന് സീത വന്നിട്ടില്ല ഹരി. ഞാനും മോളും അവളെ നോക്കിയിരുന്നതാ. പാർവതി പറഞ്ഞത് കേട്ട് ഹരിയുടെ ചിരി മാഞ്ഞു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വന്നിട്ടില്ലേ? ഇത്രയും വൈകാറുണ്ടോ അവള്? ലല്ലുമോളെ മടിയിൽ നിന്നും തിണ്ണയിലേക്ക് മാറ്റിയിരുത്തിക്കൊണ്ട് ഹരി പാർവതിയോട് ചോദിച്ചു. വൈകുന്നേരം 5-ന് എത്തും. ഇടയിൽ ചിലപ്പോൾ കുറച്ച് വൈകാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ വിളിച്ചു പറയും. ഇതിപ്പോൾ കാണുന്നില്ല. വീണ്ടും പുറത്തേക്ക് നോക്കി പാർവതി വേവലാതിയോടെ പറഞ്ഞു. അർജുൻ വന്നിട്ടില്ലേ? അവനോടൊന്ന് പോയി നോക്കാൻ പറയാത്തതെന്തേ നീ? ഹരിയുടെ മുഖം ഗൗരവത്തിലാണ്. ഞാൻ പറയാഞ്ഞിട്ടല്ല ഹരി. മഴ മൂടിയത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞതാ ഒന്ന് ശ്രീനിലയം വരെയും പോയി നോക്കാൻ. അവൻ പക്ഷേ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയി. പാർവതി നിസ്സഹായതയോടെ പറഞ്ഞു. പോവരുത്, ആരും പോവരുത്. നിങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയാണ് ആ പാവം പെണ്ണ് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. അതൊന്നും ആരും ഓർക്കുകയും ചെയ്യരുത്. ഹരി ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ഇയാത്ത അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഈ നേരത്ത് ഞാൻ എങ്ങനെ പോകാനാണ് ഹരി? പാർവതിക്ക് ഹരിയുടെ സംസാരം കേട്ടപ്പോൾ കരച്ചിൽ വന്നിരുന്നു. കരയണ്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ. കുഞ്ഞിനെയും എടുത്തോണ്ട് അകത്തേക്ക് പോ. ഇറങ്ങി നടക്കുന്നതിനിടയിൽ തന്നെ ഹരി വിളിച്ചു പറഞ്ഞു. നീ ഏത് ലോകത്താണ് സീതാലക്ഷ്മി? ഓരോ പ്രാവശ്യവും കണ്ണൻ ഓർമ്മകളിൽ നിന്നും വലിച്ചു മാറ്റുമ്പോഴും സീത അവനെ തുറച്ചു നോക്കി. എന്തിനാണ് നീ എത്ര ടെൻഷനാവുന്നത്? റിലാക്സ്. കണ്ണൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. സീതയൊന്നും മിണ്ടാതെ മുന്നോട്ട് നോക്കി പതിയെ നടന്നു. നീ കൂടുതൽ ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിന്റെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കുന്നത്? അതിൽ നിന്നൊരു മാറ്റം നിനക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. അത് നിനക്ക് കൂടുതൽ സ്ട്രെസ്സായെങ്കിൽ റിയലി സോറി. കണ്ണൻ ആത്മാർത്ഥമായി തന്നെയാണ് പറഞ്ഞതെന്ന് സീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്കൊരു പ്രശ്നവുമായിട്ടില്ല ഇയാൾ പറഞ്ഞത്. അതിനെക്കുറിച്ചോർത്ത് കിണ്ണൻ വെറുതെ ടെൻഷനാവേണ്ട. കണ്ണന് നേരെ നോക്കി സീത പറഞ്ഞു. അവൻ്റെ മുഖത്തും ആശ്വാസം നിറഞ്ഞു. കിണ്ണൻ്റെ വാക്കുകൾ കേട്ട് ഞാനൊന്ന് പതറിപ്പോയി എന്നത് സത്യം തന്നെ. പക്ഷേ സീതാലക്ഷ്മി തോറ്റുപോയെന്നാണ് അത് അർത്ഥമാക്കുന്നതെന്നൊന്നും കരുതരുത്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും കുലുങ്ങിയിട്ടില്ല. നാടും നാട്ടുകാരും ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അവരെ കൊണ്ടാവുന്ന വിധം അപവാദം പറഞ്ഞുണ്ടാക്കി തളർത്താൻ നോക്കിയിട്ടും പിടിച്ചു നിൽക്കുന്നില്ലേ? എനിക്ക് അപാര തൊലിക്കട്ടിയാണ്. സീത കണ്ണനെ നോക്കി ചിരിച്ചു. അവൻ്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു പോയിരുന്നു. പിന്നെ കിണ്ണൻ പറഞ്ഞതുപോലെ എന്നെ കേൾക്കാനൊരാളെ ഞാൻ മനഃപൂർവ്വം കരുതി വെച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല. നമ്മൾ അനുഭവിക്കുന്ന നീറ്റൽ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഒരാൾക്ക് കൂടി പകർന്നു നൽകുന്നത്? അതും നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അതും സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ എക്സ്ട്രീം ലെവൽ. സീത കണ്ണനെ നോക്കി. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. സീത ഇങ്ങനെയാണ്. ഇതെൻ്റെ അഹങ്കാരമാണെന്നൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഹിക്കാൻ പഠിച്ചാൽ ആ വിളി പിന്നെയൊരു അലങ്കാരമാണ്.
ലഹരി തരുന്ന കരുത്താണ്. എനിക്ക് അങ്ങനെ ആവാനേ അറിയൂ, അവൾ മുന്നോട്ട് നോക്കി പറഞ്ഞു. വല്ലാണ്ട് നോവ് തോന്നിയപ്പോഴെല്ലാം ആദ്യം ഞാനും കരുതിയിരുന്നു എല്ലാം ഒരിക്കൽ ശരിയാവുമെന്നൊക്കെ. പിന്നെ പിന്നെ പ്രശ്നങ്ങളില്ലെങ്കിൽ സീതാലക്ഷ്മി ഇല്ല എന്ന പരുവത്തിലായപ്പോൾ പരാതിയും പരിഭവവും പറയുന്നത് നിർത്തി. ഇപ്പോഴതെല്ലാം എൻ്റെ നിഴല് പോലെ കൂടെയുണ്ട്. പറഞ്ഞാലും ആർക്കും മനസ്സിലാകാത്ത വിധം എന്നെ പിടിച്ചു ഞെരുക്കിക്കൊണ്ട്. പതിയെയാണ് സീത പറഞ്ഞത്. എന്നിട്ടും അവയിലെ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറുന്നത്. എല്ലാം കൂടി ഉള്ളിലൊതുക്കി അതെല്ലാം ദേഷ്യമായി പുറത്ത് കാണിച്ച് നടക്കുമ്പോൾ നിന്റെ സന്തോഷവും കൂടെയല്ലേ നഷ്ടപ്പെടുന്നത്? അതിനെക്കുറിച്ച് നീ ഒരിക്കലും ഓർത്തിട്ടില്ലേ? കണ്ണൻ അവളെ നോക്കി ചോദിച്ചു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഇല്ലെന്ന് തലയാട്ടി സീത. നിന്നെക്കുറിച്ച് നീയല്ലാതെ പിന്നെ ആരോർക്കും സീതാലക്ഷ്മി? നിനക്ക് ചിരിക്കണ്ടേ? നിനക്ക് സന്തോഷം വേണ്ടേ? മറ്റുള്ളവരുടെ പോലെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം വേണ്ടേ? കണ്ണൻ്റെ സ്വരത്തിലും വേദനയുള്ളതുപോലെ. ഇതും ജീവിതമാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഉരുകി ജീവിക്കുന്നതിൻ്റെ ത്രില്ല് കിണ്ണന് അറിയാഞ്ഞിട്ടാ. നല്ല രസാണ്. സീത കുറുമ്പോഴെ കണ്ണനെ നോക്കി. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ഉവ്, കരയാൻ വന്നാലും ചങ്ക് കലങ്ങിയാലും സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് കാണുന്നവർ പറയാൻ വേണ്ടിയുള്ള വെറും പ്രഹസനം. അതിനെ ഇങ്ങനെ രസത്തിൽ കുളിപ്പിക്കാൻ നോക്കല്ലേ നീ. ഞാൻ പൊട്ടനൊന്നുമല്ല കേട്ടോ. കണ്ണൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവൻ്റെ ആ ഭാവം കണ്ടപ്പോൾ സീതയ്ക്ക് ചിരി വന്നു. അപ്പോൾ അല്ലേ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് സീത കണ്ണനെ നോക്കി ചോദിച്ചു. ഡി. അവൻ നടത്തം നിർത്തി നടുവിന് കൈ കൊടുത്തുകൊണ്ട് അവളെ തുറിച്ചു നോക്കി. ആ, എനിക്കിത് തന്നെ കിട്ടണം. ഒറ്റയ്ക്ക്, അതും ഈ പെരുമഴ വരുന്ന നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി കൂട്ടുവന്ന എന്നെ നീ ഇപ്പോൾ പൊട്ടനുമാക്കി അല്ലേ? സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്ന കണ്ണനെ നോക്കി സീത അമർത്തി ചിരിച്ചു. ചെറുതെങ്കിലും ആ മുഖത്ത് വിരിഞ്ഞ ചിരി അവൻ്റെ ഹൃദയത്തിലെ തണുപ്പായിരുന്നു. മൂടിക്കെട്ടി അവളുടെ മുഖം ഉള്ളിൽ നൽകിയ നോവൽപ്പം കുറയാൻ ആ ചിരിയുടെ ചെറിയ കിരണങ്ങൾ കാരണമായിരുന്നു. സീതാലക്ഷ്മി ഇങ്ങനെ തന്നെയായിരുന്നാൽ മതി. അതാണ് കൂടുതൽ ഭംഗിയും. പക്ഷേ കരയാൻ തോന്നുമ്പോൾ കരയാനും ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കാനും കൂടി പഠിക്കേണ്ടതുണ്ട് നീ. അതൊരിക്കലും നിന്റെ തോൽവിയാവില്ല. കണ്ണൻ സീതയെ നോക്കി. ഇനി മനസ്സ് തുറന്ന് പറയുന്നത് എതിരെയുള്ള പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം നീ നിന്റെ വേദനകളെ കൂടി പരിഗണിക്കാൻ പഠിക്കണം. മനസ്സിലൊതുക്കി നടന്നിട്ട് വെറുതെ ദേഷ്യത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് സത്യത്തിൽ നീ തോറ്റുപോകുന്നത്. മഴ ചെറുതായി പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. കണ്ണനും സീതയും വീണ്ടും പതിയെ നടക്കാൻ തുടങ്ങി. പറയാൻ ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷം നീയൊന്ന് പിന്നിലേക്ക് നോക്കണം. ഞാനുണ്ടാകും. ഇറങ്ങിപ്പോവാൻ നീ പറയും വരെയും നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ. അതിന് നീ കൽപ്പിച്ചു തരുന്ന ഏത് സ്ഥാനത്തിലേക്കാണെങ്കിലും പരാതിയില്ലാതെ ഞാനുണ്ടാകും. പ്രണയത്തോടെ അവനത് പറയുമ്പോൾ ആ വാക്കുകൾ അത്രയും മഞ്ഞുപോലെ മനസ്സിനെ കുളിരണിയിച്ചു. കണ്ണൻ അവളെയോ അവൾ അവനെയോ നോക്കിയില്ല. പറയാൻ കൊതിച്ചത് അവൻ പറയുമ്പോൾ സീതയുടെ മിഴികളിൽ പതിവ് പോലെ നിസ്സംഗതയാണുള്ളത്. അതൊന്നും ശരിയാവില്ല. നിങ്ങൾക്കെന്നെ ഇനിയും ശരിക്കറിയാഞ്ഞിട്ടാ. ഈ കാണുന്നതൊന്നുമല്ല, ഇതിനേക്കാൾ ആഴത്തിൽ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചുറ്റും. അതെല്ലാം കേൾക്കാൻ കിണ്ണൻ്റെ ഒരു ആയുസ് മുഴുവൻ തികയില്ല. സീത അവനെ നോക്കി ചിരിച്ചു. ആയിക്കോട്ടെ, പക്ഷേ ശ്രമിച്ചു നോക്കാലോ. അവൻ കണ്ണ് ചെമ്മി കാണിച്ചു. എത്ര കാലം? സീതയുടെ ചോദ്യത്തിൽ വെല്ലുവിളിയാണ്. നീ ഇറങ്ങിപ്പോകാൻ പറയും വരെ. അത് കഴിഞ്ഞും ഞാൻ ഒറ്റയ്ക്കാവില്ലേ? കണ്ണൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. നേരിയ വെളിച്ചം മാത്രമാണുള്ളത്. എന്നിട്ടും അവളുടെ കണ്ണിലവൻ തേടിയതത്രയും പ്രണയമായിരുന്നു. ഏറെ തിരഞ്ഞിട്ടും അവനത് കണ്ടെത്താനായില്ല. ദൂരെ നിന്നൊരു പൊട്ടുപോലെ ധൃതിയിൽ അടുത്തേക്ക് വന്നൊരു വെളിച്ചം. സീതയാണ് അതാദ്യം ശ്രദ്ധിച്ചത്. ആരോ വരുന്നുണ്ട്. പതിയെ നടന്നുകൊണ്ടവൾ കണ്ണനെ നോക്കി. അവനും അവൾക്കൊപ്പം നടന്നു. ഹരിയാണല്ലോ. സീതയുടെ ശബ്ദം കേട്ടാണ് കണ്ണൻ അവളെ നോക്കിയത്. ഹരിപ്രസാദ്, എൻ്റെ ഫ്രണ്ടാണ്. ആ നോട്ടത്തിലെ ചോദ്യം അറിഞ്ഞ പോലെ സീത ചിരിയോടെ പറഞ്ഞു. കിതച്ചുകൊണ്ട് അരികിൽ വന്ന് നിന്നവനെ കണ്ണനും നോക്കി. നീ എന്തിനാ സീതേ ഇത്രയും നേരം വൈകിയത്? അവൻ സീതയല്ലാതെ മറ്റൊന്നും കാണുന്നില്ലെന്ന് തോന്നി കണ്ണന്. അവിടുത്തെ മുത്തശ്ശിക്ക് വയ്യടാ, സീത ഹരിയോട് പറഞ്ഞു. വൈകുമെങ്കിൽ അതൊന്നും വിളിച്ച് പറഞ്ഞോടെ നിനക്ക്? ഒറ്റയ്ക്ക് വരുന്നതും ഇനി സ്ട്രോങ് ആണെന്ന് തെളിയിക്കാനുള്ള മാർഗമാണോ? ഹരിയുടെ സ്വരത്തിൽ നിറയെ ദേഷ്യമാണ്. സീത തെറ്റ് ചെയ്ത കുട്ടികളെപ്പോലെ അവനെ നോക്കാതെ തലകുനിച്ചു നിന്നു. നിന്റെ ഫോൺ എവിടെയടേ? ഹരി വീണ്ടും ചോദിച്ചു. അത് ഓണാവുന്നില്ല ഹരി. കണ്ണൻ കേൾക്കുന്നതിൻ്റെ ജാള്യതയോടെയാണ് സീതയുടെ ഉത്തരം. ആവൂല,
അതെങ്ങനെ ഓണാവാനാണ്? അത് എറിഞ്ഞു കളയേണ്ട സമയം ഇന്ന് കഴിഞ്ഞു പോയി. എന്നാ നല്ലൊരെണ്ണം തരാമെന്ന് പറഞ്ഞാലോ? അവളുടെ ഒടുക്കത്തെ അഭിമാനം, അന്തസ്, മാങ്ങാത്തൊലി. മോന്തയടിച്ച് പൊളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ. അതെന്നെക്കൊണ്ട് ചെയ്യിക്കരുത് നീ. മുന്നിൽ നിന്നും ഉറഞ്ഞു തുള്ളുന്നവനേക്കാൾ സീതയുടെ നോട്ടമത്രയും പോയത് ഹരിയുടെ നേരെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കണ്ണൻ്റെ നേരെയാണ്. നിന്നെക്കുറിച്ച് നിനക്ക് വലിയ ചിന്തയൊന്നുമില്ലായിരിക്കും, പക്ഷേ മറ്റുള്ളവരെക്കുറിച്ച് നല്ല ബോധമാണല്ലോ. അതിൻ്റെ പാതിയെങ്കിലും നീ സ്വന്തം കാര്യത്തിലും കാണിക്കേണ്ട സീതേ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിനക്ക് വേണ്ടി ഓടാൻ നിനക്കെങ്കിലും ആരോഗ്യം വേണ്ടേടി. അർജുനോടുള്ളതാണ് ആ ദേഷ്യത്തിലേറെയും. ഹരി, വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സീത വിളിച്ചു. ശ്രീനിലയത്തിലെ മുത്തശ്ശിയുടെ കൊച്ചുമോനാണ്. കണ്ണനെ ചൂണ്ടി സീത പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരാൾ കൂടി അവൾക്കൊപ്പമുള്ളത് ഹരി കാണുന്നത്. ഹായ്, ഞാൻ ഹരി, ഹരിപ്രസാദ്. ഗൗരവമൊട്ടും കുറയ്ക്കാതെ തന്നെ ഹരി കൈ നീട്ടി. കിരൺ വർമ്മ. കണ്ണൻ്റെ കൈകളും അവൻ്റെ കയ്യിൽ ചേർന്നു.